ഇത് ഞങ്ങളുടെ മെത്രാനല്ല, ഇതാണ് കുലംകുത്തി. പണ്ടൊക്കെ ജ്ഞാനായ കത്തോലിക്ക സഭയിൽ തങ്ങളുടെ സമുദായ മെത്രാപ്പോലിത്ത വരുമെന്നറിഞ്ഞ് തലേ ദിവസമായ വിശ്വാസികൾ മുട്ടുകുത്തി കൈകൂപ്പി നിൽക്കുമായിരുന്നു. ഇന്ന് തങ്ങളുടെ കുലംകുത്തി മെത്രാൻ വരുന്നുണ്ട് എന്ന് അറിയുമ്പോൾ തന്നെ വിശ്വാസികൾ ചൂലും കെട്ടുമായാണ് പള്ളിയിൽ പോകുന്നത്. കോട്ടയം രൂപതയിലെ ജ്ഞാനായ കത്തോലിക്ക സഭയിലെ വിശ്വാസികൾ പറയുന്നത് തങ്ങളുടെ രൂപതാധ്യക്ഷനായ മൂലക്കാട്ട് മെത്രാൻ്റെ മൂലഭാഗത്ത് ഒരു വലിയ ആലുകളിർത്തത് തണലാക്കുക മാത്രമല്ല, മെത്രാൻ അതിൽ ഒരു ഊഞ്ഞാലും കെട്ടി ആടുകയാണിപ്പോൾ എന്നാണ്. ജ്ഞായിത്തൊമ്മൻ ആരെന്നോ തങ്ങളുടെ പൈതൃകം എന്താണെന്നോ അറിയാത്ത ഒരു മെത്രാനാണ് തങ്ങളുടെ സഭയുടെ ശാപം എന്നാണ് ജ്ഞാനായ കത്തോലിക്ക സഭാംഗങ്ങൾ ഇപ്പോൾ പറയുന്നത്. മൂലക്കാട്ട് മെത്രാൻ തങ്ങളുടെ സഭയെ സീറോ മലബാർ സഭയുടെ തൊഴുത്തിൽ കൊണ്ട് കെട്ടാനുള്ള അച്ചാരം വാങ്ങി നന്നായി പണിയെടുക്കുന്നതിനെതിരെ സഭയിൽ വിശ്വാസികളുടെ പ്രതിഷേധം ഇരമ്പുകയാണ്. വിശ്വാസികളുടെ ഇംഗിതം നോക്കാതെ കടുത്ത ഏകാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന മെത്രാന് ഇപ്പോൾ പോലീസ് എസ്കോർട്ടില്ലാതെ സഭയുടെ ഒരൊറ്റ പള്ളിയിലും പ്രവേശിക്കുവാൻ കഴിയില്ല എന്ന അവസ്ഥയാണുള്ളത്. കഴിഞ്ഞ ഞായറാഴ്ച നീണ്ടൂർ പള്ളിയിൽ മെത്രാൻ എത്തിയത് വലിയ പോലീസ് അകമ്പടിയോടെയാണ്. തന്നെ വിശ്വാസികൾ വലിച്ചുവാരിയിട്ട് ഇടിക്കുമെന്ന് മെത്രാൻ ഭയന്നു എങ്കിലും വളരെ മാന്യതയുള്ള വിശ്വാസികൾ കറുത്ത തുണി കൊണ്ട് വായ് മൂടിക്കെട്ടി പ്ലക്കാർഡ് പിടിച്ചുകൊണ്ടു നിന്ന് മാത്രമാണ് പ്രതിഷേധം അറിയിച്ചത്. പള്ളിക്ക് പുറത്ത് വിശ്വാസികൾ മെത്രാന് അഭിമുഖമായി വായു മൂടിക്കെട്ടി പ്ലക്കാർഡും പിടിച്ച് പ്രതീകാത്മക സമരം ചെയ്തപ്പോൾ മെത്രാൻ യാതൊരു ഉളുപ്പുമില്ലാതെ കുർബാന കളിക്കുക മാത്രമല്ല ഒരു പ്രസംഗവും അങ്ങ് നടത്തുകയുണ്ടായി. പള്ളിമുറ്റത്തെ ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. ഈശോമിശിഹായുടെ മനുഷ്യാവതാരത്തിന്റെ മഹാജൂബിലി നമ്മൾ ആഘോഷിക്കുകയുണ്ടായി. 2000 ആണ്ടില് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ആ ജൂബിലിയിലേക്ക് നമ്മെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയും മിശിഹായുടെ മനുഷ്യാവതാരത്തെ കുറിച്ച് ചിന്തിക്കുവാനും പ്രാർത്ഥിക്കുവാനുമായി നമുക്ക് നല്ല ഒരവസരം കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം 25 വർഷങ്ങൾ പൂർത്തിയാവുകയാണ്. ഈ സമയത്ത് ആത്മസ്മരണനായ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ വെറുക്കുന്നു. ദാസൻ യജമാനേക്കാൾ വലിയവരല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ഓർമ്മിക്കുന്നു. അവർ എന്നെ പീഡിപ്പിച്ചെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും. അവരുടെ വചനം പാലിച്ചെങ്കിൽ എന്റെ നാമം പോലെ തുറന്നു തന്നു. അതാണ് ദൈവകാരുണ്യത്തിന്റെ വലിയ ഒരു സാക്ഷ്യമായിട്ട് നമുക്ക് ലഭിക്കുന്നത്. അപ്രകാരം ദൈവം ലോകത്തെ സ്നേഹിച്ചുവെങ്കിൽ സ്നേഹം പറയുന്നത് പോലെ തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ആ സ്നേഹമാണ് മനുഷ്യാവതാരത്തിൽ നമുക്ക് ഏറ്റവും പ്രകടമായിട്ട് വരുന്നത്. ഓർമ്മിക്കുന്നു, ആദ്യത്തെ ക്രിസ്മസ് രാവിലെ മലാഖമാരെ പാടി വീണ്ടുമെങ്കിൽ ദൈവത്തിന്റെ സ്തുതിയും ഭൂമിയിൽ നല്ലവർക്ക് സമാധാനം. ഇടയന്മാരോട് മലാഖമാർ പറഞ്ഞു, സർവ്വലോകത്തിലുമുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. നിങ്ങൾക്കായി ഇനി ഒരു ജ്ഞാനായ കത്തോലിക്ക സഭാംഗത്തിൻ്റെ പ്രതികരണം കേൾക്കുക. ജ്ഞാനായ സമുദായ ചരിത്രം അറിയാത്ത മെത്രാനെ തങ്ങൾ സഭാചരിത്രം പഠിപ്പിച്ച് നിലയ്ക്ക് നിർത്തും എന്ന വാശിയിലാണ് വിശ്വാസികൾ. നമ്മുടെ അതിരൂപത അധ്യക്ഷനും ഇപ്പോൾ സീറോ മലബാർ സഭയെ അനുകരിക്കുകയാണ്. ഇടവജനങ്ങളെ സന്ദർശിക്കുവാൻ പോലീസ് അകമ്പടിയോടുകൂടി ഓരോ ഇടവകളിൽ ഇപ്പോൾ വരുന്നു. ഇദ്ദേഹം രാഷ്ട്രീയ നേതാവാണോ അതോ ആത്മീയ ശുശ്രൂഷകനാണോ?
നവംബർ 2-ാം തീയതി കോട്ടയം പട്ടണത്തിൽ അൽമായി ജനങ്ങളെ കൊണ്ട് പ്രകടനം നടത്തി ഇദ്ദേഹം വലിയ സംഭവമാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയാണ് പ്രയത്നിക്കുന്നത്. അതിനുവേണ്ടി കുറേ രാഷ്ട്രീയക്കാരെയും കൂട്ടുപിടിച്ചിട്ടുണ്ട്. സമുദായ അംഗങ്ങളുടെ കയ്യിലുള്ള പണം പിരിച്ചെടുത്തിട്ടാണ് ഇദ്ദേഹം ഈ ധൂർത്ത് കാണിക്കുന്നത്. ആത്മീയ ശുശ്രൂഷൻ്റെ വേഷമണിഞ്ഞ് രാഷ്ട്രീയ നേതാക്കളെ കൂട്ടുപിടിച്ച് ജ്ഞാനായ സമുദായത്തെ സീറോ മലബാർ സഭയിൽ ലയിപ്പിക്കുവാൻ രൂപത അധ്യക്ഷൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. രൂപത അധ്യക്ഷന് കുടപിടിക്കുവാൻ KCC നേതൃത്വത്തിലിരിക്കുന്നവരും കൂടെയുണ്ട്. ഇങ്ങനെയുള്ള പ്രഹസനം കാണിച്ചുകൊണ്ടൊന്നും ജ്ഞാനായ സമുദായ അംഗങ്ങൾ ഭയപ്പെടില്ല. രൂപത അധ്യക്ഷൻ എന്തൊക്കെ വേഷം കെട്ടിയാലും ഇടവജനങ്ങൾക്കറിയാം ഇദ്ദേഹം വെറും അഹങ്കാരിയും പൊങ്ങച്ചക്കാരനുമാണെന്ന്. ഇദ്ദേഹം ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് ഇടവജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്നു. ഈ ആത്മീയ വേഷധാരിക്ക് ഇപ്പോൾ എന്ത് വിലയാണ് സമുദായ അംഗങ്ങൾക്കിടയിലുള്ളത്? വിദേശ രാജ്യങ്ങളിൽ ഈ മൂലക്കാടൻ്റെ പാതിരിപ്പാമ്പുകൾ കാണിക്കുന്ന കന്നന്തിരിവുകൾ അടുത്ത ദിവസം ITV ന്യൂസിലൂടെ കാണാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.